ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കോവിഡ് വന്നതിന് ശേഷമാണ് ഹാൻഡ് ഹൈജീന് കുറച്ചുകൂടെ പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. 1847 ഇഗ്നസ് സെമൽവെയ്സ് എന്ന ഡോക്ടറാണ് ഹാൻഡ് ഹൈജീന് ആദ്യമായി തുടക്കം കുറിച്ചത്. ഇൻഫെക്ഷൻ തടയാനും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാതിരിക്കാനും വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് ആണ് ഹാൻഡ് ഹൈജീൻ അഥവാ കൈകളുടെ ശുചിത്വം എന്ന് പറയുന്നത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഹാൻഡ് ഹൈജീൻ ചെയ്യാം. ഒന്ന്, ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ് അഥവാ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ നല്ലപോലെ വൃത്തിയാക്കാം. രണ്ടാമത്തത് ആൻറ്റിസെപ്റ്റിക് ഹാൻഡ് വാഷ് അഥവാ ഹാൻഡ് വാഷിംഗ്. ശുദ്ധമായ വെള്ളവും സോപ്പും ഉപയോഗിച്ച് കൈകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ നീക്കം ചെയ്യുന്നതിനെയാണ് ഹാൻഡ് വാഷിംഗ് അഥവാ കൈകൾ കഴുകുക എന്ന് പറയുന്നത്. ഇത് നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ആദ്യത്തേത് സോഷ്യൽ ഹാൻഡ് വാഷിംഗ്, അതായത് 10 തൊട്ട് 15 സെക്കൻഡ് വരെ ചുമ്മാ കൈ കഴുകുന്നതിനെയാണ് സോഷ്യൽ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് മെഡിക്കൽ ഹാൻഡ് വാഷിംഗ്. സ്റ്റെപ്സുകൾ യൂസ് ചെയ്ത് നമ്മൾ 40 തൊട്ട് 60 സെക്കൻഡ് വരെ കൈകൾ കഴുകുന്നതിനാണ് മെഡിക്കൽ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സർജിക്കൽ ഹാൻഡ് വാഷിംഗ്, അതായത് ശസ്ത്രക്രിയയ്ക്ക് മുന്നേ ആയിട്ട് നമ്മൾ 3 തൊട്ട് 5 മിനിറ്റ് കൈകൾ കഴുകുന്നതിനാണ് സർജിക്കൽ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. എപ്പോഴൊക്കെയാണ് നമ്മൾ കൈകൾ കഴുകേണ്ടത്? ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുമ്പും അതിനുശേഷവും, മലമൂത്ര വിസർജനത്തിന് ശേഷവും, മൃഗങ്ങളെ പരിപാലിക്കുന്നതിന് ശേഷവും, മൂക്ക് ചീറ്റുക, തുമ്മുക, ചുമയ്ക്കുക എന്നിവയ്ക്ക് ശേഷവും, യാത്രകൾക്ക് ശേഷവും, പൊതുയോഗങ്ങൾക്ക് ശേഷവും, രോഗിയെ പരിചരിക്കുന്നതിന് മുൻപും അതിനുശേഷവും, ആശുപത്രിയിൽ സന്ദർശനത്തിന് ശേഷവും നമ്മൾ കൈകൾ കഴുകേണ്ടതാണ്. പ്രോപ്പർ ഹാൻഡ് വാഷിങ്ങിലൂടെ ഒരു പരിധിവരെ ഉദര സംബന്ധമായ ഛർദി, വയറിളക്കം കൂടാതെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവ തടയാൻ കഴിയും. അണുബാധ മൂലം ഏകദേശം 80,000-ൽ പരം മരണനിരക്കും 14 ലക്ഷം ജനങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ തേടേണ്ടി വന്നിട്ടുമുണ്ട്. അതിനാൽ നമ്മൾ എല്ലാവരും കൈകളുടെ ശുചിത്വം പാലിക്കേണ്ടതാണ്. അതിലൂടെ രോഗങ്ങളെ തടയുകയും ആരോഗ്യപരമായ ഒരു ജീവിതശൈലി ഉറപ്പുവരുത്തുകയും ചെയ്യും.